വെള്ളിയാഴ്ച യുഎസ് വിപണികളെല്ലാം മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.59%, S&P 500 0.05%, നാസ്ഡാക്ക് പ്ലസിൽ 0.44% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കൂടുന്നതും ജോബ് ഡേറ്റ പ്രതീക്ഷിക്കുന്ന പോലെ വരാത്തതും ഒക്കെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഫെഡിന്റെ റേറ്റ് കട്ടിനെ സംബന്ധിച്ചൊരു ഹോപ്പ് വരുന്നുണ്ട്. അത് വരുന്ന ബുധനാഴ്ചയാണ് റേറ്റ് കട്ട് ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് മൊത്തത്തിലൊരു പോസിറ്റിവിറ്റി മാർക്കറ്റിന് നൽകിയിട്ടുണ്ട്. അതുപോലെ IT AI റിലേറ്റഡ് കമ്പനികൾ യുഎസിൽ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. മറ്റൊന്ന് ഫാർമ കമ്പനികൾ കഴിഞ്ഞ ആഴ്ച നല്ല സെൽ ഓഫ് കണ്ടിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം കോവിഡുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 25 കുട്ടികളോളം മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് കോവിഡ് വാക്സിന്റെ ചില പ്രശ്നങ്ങളാണ് എന്നുള്ള തരത്തിലുള്ള ഒരു നീക്കം ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് അവിടുത്തെ ഫാർമ സ്റ്റോക്കുകളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് US മിഷിഗൺ കൺസ്യൂമർ സെന്റിമെന്റ്സ് ഡേറ്റ താഴേക്ക് പോകുന്നത് മറ്റൊരു നെഗറ്റീവ് ന്യൂസ് ആണ്. ഇവരുടെ ഫ്യൂച്ചർ പ്രൊഡിക്ഷനും ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ റേറ്റ് കട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയും ഉണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് 8 ട്രേഡിംഗ് സെഷനോളം പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഈ ആഴ്ച മൂന്നോളം സെൻട്രൽ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ഈ ഡിസിഷൻ മാർക്കറ്റ് മൊത്തത്തിലുള്ള മാർക്കറ്റിനെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാം. അതുപോലെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തു വന്നു. ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ തന്നെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ കൺസംഷൻ കൂടുന്നതും ഇനി ഡിമാൻഡ് ഒക്കെ ഇനിയിപ്പോൾ കൂടാം. കാരണം ഫെസ്റ്റിവൽ സീസൺ ആ സമയത്ത് ഒരല്പം വേണേൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും RBIയുടെ ഒരു റേറ്റ് കട്ട് ഹോപ്പ് ഉണ്ട്. ഒക്ടോബർ 1 തീയതിയാണ് അത്തരത്തിലുള്ള മീറ്റിംഗ്. അങ്ങനെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സും ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റയും ഉണ്ട്. അതുപോലെ ചൈനയും US തമ്മിലുള്ള ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സ്പെയിനിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ചർച്ച ഒന്ന് ഈ താരിഫ് റിലേറ്റഡ് ഇഷ്യൂ, അതുപോലെ നാഷണൽ സുരക്ഷയെ പറ്റിയുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടിക്ടോക്കിന്റെ അനുമതിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രധാനമായിട്ടും അത്തരം ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഡോക്ടർ റെഡ്ഡിക്ക് FDAയുടെ ഭാഗത്തുനിന്ന് വാണിംഗ് ലഭിച്ചിട്ടുണ്ട്. സെബിയുടെ മീറ്റിംഗിൽ കഴിഞ്ഞ ദിവസം ഓപ്ഷൻസ് വീക്കിൽ നിർത്തുന്നതിനെ പറ്റി ഡിസിഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിൽ പോലും കാര്യമായിട്ട് അത്തരത്തിലൊരു കൺസൾട്ടിംഗ് പേപ്പർ ഉണ്ട്. അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ന്യൂസാണ് വന്നത്. അതുപോലെ സെബി റിസർച്ച് അനലിസ്റ്റിന്റെ നോംസിൽ കുറച്ച് റിലാക്സേഷൻ വരുത്തിയിട്ടുണ്ട്. മറ്റ് ന്യൂസുകൾ നോക്കിയാൽ റഷ്യക്ക് സാങ്ഷൻ കൂടുതൽ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. G7 രാജ്യങ്ങളോട് കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പൂർണ്ണമായി ഇന്ത്യ ചിത്രത്തിൽ നിന്ന് മാറിയ രീതിയിലാണ്. കൂടുതലും ചൈനയെ ഫോക്കസ് ചെയ്താണ് താരിഫ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറയുന്നത്. റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന കമ്പനികൾക്കെല്ലാം താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള അതൃപ്തിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ US ചിപ്പ് മേക്കിംഗ് കമ്പനികൾക്കെതിരെ അന്വേഷണം ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആലിബാബ, ബൈദു ഒക്കെ അവരുടെ സ്വന്തം നിലയിലുള്ള ചിപ്പുകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. പ്രധാനമായിട്ടും ഇത്രയും വാർത്തകളാണ് വരുന്നത്. ഇന്ത്യയിലെ സ്റ്റീൽ കൺസംഷൻ കൂടും. അതുപോലെ ഇന്ത്യയിലെ 10ഓളം ബാങ്കുകൾ 2047 ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുവരും. അത്തരത്തിലുള്ള ഡിസിഷനുകൾ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക്കായി നിങ്ങൾ FIs ഇപ്പോഴും ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് 25,100 മുതൽ പോസ്റ്റ് ചെയ്തൊരു പോസിറ്റീവാണ്.